സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഗുരുവായൂർ മമ്മിയൂരിലെ ഫ്ളാറ്റിൽ ലഹരി മാഫിയ സംഘം ആക്രമണം നടത്തിയ വാർത്തയിലേക്കാണ് ഇനി. ഫ്ളാറ്റ് കെയർടേക്കർ ഉൾപ്പെടെ ജീവനക്കാരായ 3 പേർക്ക് നേരെ ആക്രമണമുണ്ടായി. ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. ഫ്ളാറ്റിൽ മുറിയെടുത്തതിന് ശേഷം ലഹരി ഉപയോഗിച്ച് ബഹളമുണ്ടാക്കിയതോടെ മുറിയൊഴിയാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപന കാരണം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ ഫ്ളാറ്റിലെ കെയർടേക്കർ ഉൾപ്പെടെ 3 ജീവനക്കാർക്ക് പരിക്കേൽക്കുന്നു. ഈ അക്രമി സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നാണ് വിവരം? ഈ അക്രമികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ടോം, ഇന്നലെ ഗുരുവായൂരിലെ മമ്മിയൂരിലെ സൗപർണിക എന്ന ഫ്ലാറ്റിലാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 3:45 കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് റൂം എടുത്ത ചാവക്കാട് സ്വദേശി നിതീഷ് എന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 10ഓളം പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമിക വിവരം. ഇന്നലെ വൈകുന്നേരമാണ് ആദ്യം വണ്ടി കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ഏർപ്പാടിനാണ് റൂം എടുത്തത് എന്നാണ് നിതീഷ് പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ നിതീഷ് വന്ന് റൂം എടുക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കാം. എന്തായാലും 10ഓളം പേരുണ്ടായിരുന്നു. ഇവർ മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഫ്ളാറ്റ് ജീവനക്കാർ റൂം ഒഴിയണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ഈ 10ഓളം പേർ ചേർന്ന് ഈ 3 പേരെ, കെയർടേക്കർ ഉൾപ്പെടെയുള്ള 3 പേരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. കെയർടേക്കറായ ചാലിശ്ശേരി സ്വദേശി അനുമോദ്, ബംഗാൾ സ്വദേശി മഹേഷ്, അതുപോലെ ഗുരുവായൂർ സ്വദേശി പ്രവീൺ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഈ 3 പേരെയും ചാവക്കാട് ആശുപത്രിയിൽ 3 പേരും ചികിത്സയിലാണ്. പ്രവീണിന്റെ പല്ല് പൊട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ മർദ്ദനമുറകൾ അഴിച്ചുവിടുകയും ആ ഫ്ളാറ്റിൽ വലിയ ബഹളമുണ്ടാക്കുകയും ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് ഈ 3 പേരെ 10ഓളം പേർ ചേർന്ന് ആക്രമിച്ചത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ നിതീഷ് ഒഴികെ മറ്റുള്ള ആളുകൾ ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത് എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരുടെ ഒരു പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ്, ലഹരി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണെന്ന് പോലീസിന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിനപ്പുറം ഏതെങ്കിലും ആക്രമണ കേസുകൾ, വധശ്രമ കേസ്, കൊലപാതകമടക്കമുള്ള കേസുകളിൽ ഇവർക്ക് ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള ചില സംശയങ്ങൾ പോലീസിനുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണവും നീങ്ങുന്നുണ്ടോ? സൂചിപ്പിച്ചത് ശരിയാണ്. നിതീഷിനെ ചോദ്യം ചെയ്തു വരുന്നതേയുള്ളൂ. എന്തായാലും ഈ സംഘത്തിന് ലഹരി മാഫിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് പോലീസ് ഭാഷ്യം. അതുപോലെ തന്നെ മറ്റു നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് ഈ 10ഓളം സംഘത്തിലുള്ളവർ. ഈ ജീവനക്കാരെ ആക്രമിച്ച സംഘത്തിലുള്ളവരെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതേയുള്ളൂ. എന്തായാലും ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട സംഘമാണിത്. ലഹരി ഉപയോഗിച്ച ശേഷമുണ്ടായ പ്രകോപനത്തിലാണ് ജീവനക്കാരനെയും മറ്റുള്ളവരെയും ഈ സംഘം ആക്രമിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആജ്ഞ, ഇപ്പോൾ ഏതാനും പ്രതികൾ ഈ പോലീസിന്റെ അക്രമി സംഘത്തിലുള്ളവരിൽ ചിലർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മറ്റുള്ളവർ ഒളിവിലാണെന്ന വിവരമാണ്. എങ്ങനെയാണ് ഈ പ്രതികളെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ഇതിൽ റൂം എടുത്ത നിതീഷിനെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്ത്. തുടർന്നുള്ളവരുടെ വിവരങ്ങൾ നിതീഷിനോട് ചോദിച്ചറിയുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കസ്റ്റഡിയിൽ ആയിട്ടുള്ളവരെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാക്കാൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്നിരുന്നാലും ലഹരി മാഫിയുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഇത്തരത്തിൽ പ്രകോപനപരമായിട്ട് ജീവനക്കാരെ ആക്രമിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ഈ 3 ജീവനക്കാർക്ക് നേരെ ആക്രമണം നടത്തുന്നു. ആ സമയത്ത് ഈ ഫ്ളാറ്റിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. അവർക്ക് നേരെയും ഈ അക്രമികളുടെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഈ ആക്രമണത്തെ തടയാൻ ശ്രമിച്ചിരുന്നോ?
ടോം, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതുവരെ ഈ 3 പേരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. മറ്റ് ആളുകളും അതിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ ആളുകൾ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യം കൂടി ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാലും ഇത്തരത്തിൽ അതിക്രൂരമായി ഈ 3 പേരെയും, പ്രത്യേകിച്ചും ജീവനക്കാരൻ കെയർടേക്കർ അനുമോദിനെയും ജീവനക്കാരായ മഹേഷിനെയും അതുപോലെ പ്രവീണിനെയും ആക്രമിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് CCTV ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. ഈ CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തേക്കാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടുതൽ പേരെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയുമെന്നാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ പ്രതീക്ഷ. സ്വാഭാവികമായി ഇത് ലഹരി മാഫിയയുമായി ബന്ധമുള്ളവരാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അക്രമികളായിട്ടുള്ള 10 പേരിലേക്ക് മാത്രമല്ലല്ലോ അന്വേഷണം നീങ്ങേണ്ടത്, ഈ ലഹരി മാഫിയയിലേക്ക് കൂടി. ഇവർക്ക് ലഹരി നൽകിയത് ആരാണ്, ആർക്കൊക്കെ ഈ ലഹരി മാഫിയയുമായി ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീങ്ങുമോ? എങ്ങനെയാണ് ഈ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയയുടെ വലിയ സാന്നിധ്യമുള്ള, ലഹരി മാഫിയ വലിയ രീതിയിൽ ഭീതി വിതയ്ക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഗുരുവായൂരും സമീപ പ്രദേശങ്ങളും. അവരെ ഈ ലഹരി മാഫിയയിലേക്കുള്ള പോലീസിന്റെ അന്വേഷണം സ്വാഭാവികമായും ഇനി കേസിന്റെ പശ്ചാത്തലത്തിൽ കൂടി നീങ്ങേണ്ടതല്ലേ? സൂചിപ്പിച്ചത് ശരിയാണ്. കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ കണക്കെടുത്താൽ പോലും നിരവധി ആളുകളാണ് ലഹരി മാഫിയയെ അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിൻ്റെ ഈ പ്രദേശത്തു നിന്നും, പ്രത്യേകിച്ചും ചാവക്കാട്, ചാലുശ്ശേരി തുടങ്ങിയ ഈ പ്രദേശത്തിൽ നിന്നും പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടവും നിരവധി കൊലപാതകങ്ങൾ, ഗുണ്ടാ കുടിപ്പക പോലെയുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായി നിരന്തരം വാർത്തയിൽ ഇടം പിടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ലഹരി മാഫിയയുടെ പ്രശ്നങ്ങൾ എന്ന് ടോം സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ 10ഓളം പേർ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് പ്രകോപിതരായി ആളുകളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരുന്നെങ്കിൽ പോലും ഇവരെ മാത്രം കേന്ദ്രീകരിച്ചിട്ടല്ല ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവർക്ക് ആര് ലഹരി നൽകി, അല്ലെങ്കിൽ ഇവർക്ക് ലഹരി ലഭിക്കാനുള്ള സോഴ്സ് എന്താണ്, ഇവരുടെ മറ്റ് പ്രത്യേകിച്ചും ലഹരി കടത്തലുമായി ബന്ധമുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞാരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂരിലാണ് ലഹരി മാഫിയ സംഘം ഫ്ളാറ്റ് ജീവനക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. സംഭവത്തിൽ കേസിലെ ഫ്ളാറ്റ് അവിടെ വാടകയ്ക്കെടുത്ത ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റ് അക്രമി സംഘത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. Join India's number. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന്റെ ദൃശ്യങ്ങൾ ഇവിടെ. തർക്കത്തിൽ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ ലഭിക്കില്ല. കന്റോൺമെന്റ് പോലീസ് നടത്തിയ പരിശോധനയിൽ ക്യാമറയുടെ DVR കണ്ടെത്തിയെങ്കിലും DVRനുള്ളിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്നാണ് പോലീസ് പറയുന്നത്. കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് ഇനി എന്തായിരിക്കും ചെയ്യുന്നത്? ശാസ്ത്രീയമായ പരിശോധനയാണോ? അല്ല, മെമ്മറി കാർഡിലാണ് ശാസ്ത്രീയമായ പരിശോധന നടത്തുന്നത്. അപ്പൊ അതിൽ തുടർ നടപടി അപ്പൊ എങ്ങനെയായിരിക്കും? പരിശോധിക്കാം. അതേസമയം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പോലീസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിക്കുമെന്ന് KSRTC ഡ്രൈവർ യദു കൃഷ്ണൻ പറഞ്ഞു. മേയറും ഒപ്പമുള്ളവർ മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും യദു വ്യക്തമാക്കി. പരാതിയുടെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അവര് റെസിപ്റ്റ് മാത്രമേ തന്നുള്ളൂ, പരാതി എടുക്കാന്നൊന്നും പറഞ്ഞില്ല. പൊക്കോളാനാണ് പറഞ്ഞത്. എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എനിക്ക് DGPക്ക് കൊടുക്കാറുണ്ട്. എന്നിട്ട് വേണം കോടതിയിൽ പോവാൻ. DGPക്ക് കൊടുക്കണം, നമ്മളെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് കൊടുക്കണം, പിന്നെ CMDക്ക് കൊടുക്കണം, പിന്നെ ഉള്ളത് മനുഷ്യാവകാശത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കമ്മീഷണർക്ക് കൊടുത്തു. അതിന്റെ റെസിപ്റ്റ് കിട്ടിയായിരുന്നു. ബാക്കി വേറെ ഒന്നും. ജോലിയുടെ കാര്യം എന്താണ് അവർ പറയുന്നത്? ജോലിയുടെ കാര്യം പറയുന്നത് ഇപ്പൊ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിക്കുന്ന വാമൊഴിയാലേ പറഞ്ഞോളൂ. വേറെ ആരും എൻ്റെ അടുത്ത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോ നോട്ടീസോ തന്നിട്ടില്ല. സാധാരണ ജോലിക്ക് തലേദിവസം അറിയിക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്? ബദലി എങ്ങനെയാണ് ചെയ്യുന്നത്? ബദലി വിളിച്ചു പറയും തലേദിവസം.
അതായത് ഇന്ന് പോകണമെങ്കിൽ ഇന്നലെ വിളിച്ച് പറയും, വരുമല്ലോ എന്ന് ചോദിക്കും, അത്രയാണ്. കാരണം പിന്നെ വിളിച്ചതിന് ശേഷം വിളിച്ചു ബദലിയായാലും സാധാ എല്ലാ ഡ്രൈവർമാർക്കും അങ്ങനെ തന്നെയാണ്. ഇതിനുശേഷം വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല. അപ്പൊ അതിലെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിനൊന്നും ചെയ്യല്ലോ. ഇപ്പൊ ഇത് കഴിയട്ടെ, ഇതൊന്ന് കഴിയട്ടെ. ഞാനും ആ റെസ്റ്റ് ആഗ്രഹിക്കുന്നു. എന്തെന്ന് വെച്ചാൽ എനിക്ക് അതിൽ തെറ്റില്ലേ, തെറ്റും ശരിയാണോ എന്ന് എനിക്കും തിരിക്കണ്ടേ. എല്ലാവരുടെ മുമ്പിൽ ഞാൻ അവര് ഇന്നലെ ഒരു CPIM-ന്റെ ആണെന്ന് തോന്നുന്നു ഒരു നേതാവ് പറയാനായിട്ട്, ഇവൻ വെറും മുണ്ടുപൊക്കി കാണിക്കുന്നവനും അശ്ലീലം കാണിക്കുന്നവനും എന്തോ പേര് ഓർക്കുന്നില്ല, ഇന്നലെ വാർത്തയിൽ പറയുന്നതായിട്ട് ഒരു ലൈവ് പ്രോഗ്രാമിൽ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അവൻ അങ്ങനെയാണ്, അവൻ ഈ പ്രതിയുടെ അടുത്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് ചാനലിൽ തന്നെ കാണിച്ച് അപ്പോഴത്തേക്ക് പറയുന്നതായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പേരിൽ അങ്ങനെ ഒരു കേസില്ല? 2017 നിയമ സ്റ്റേഷനിൽ ഒരു കേസില്ല? അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. 2017 ഉള്ള കേസ് ഇതേപോലെ പാർട്ടി ബേസ് ആയിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ളതായിരുന്നു. അത് നമ്മൾ പയ്യന്മാർ തമ്മിലുള്ള അടിയിൽ അത് അവന്റെ സഹോദരി കയറി ഇവന്റെ പേരിൽ റിമാൻഡ്, അവൻ എന്നെ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ അവൻ റിമാൻഡിലാവാതിരിക്കുക ആ ചേച്ചി കൊണ്ടുവന്ന് അവരെന്തോ കാണിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. അതല്ലേ രക്ഷയുള്ളൂ. അപ്പം ഞാൻ മറ്റേ കേസ് പിൻവലിച്ചല്ലോ. അപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ കോടതി വന്നപ്പോൾ അത് സത്യാവസ്ഥ മനസ്സിലായി, ജഡ്ജിക്ക് മനസ്സിലായി, വെറുതെ വിട്ട് വെറുതെ വിട്ടാണോ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്താണോ? ഇല്ലല്ല, സെറ്റിലൊന്നുമല്ല. അത് സംസാരിച്ച് തീർത്തതാണെങ്കിലും അവര് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതല്ല പയ്യൻ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കോടതിയിൽ മാറ്റി പറഞ്ഞതാണ്. അത് രണ്ടുപേരും സംസാരിച്ച്, ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. സെറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമല്ലോ. സെറ്റിൽ ചെയ്യാൻ അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഡാൻ, മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നത്തിൽ തുടക്കം മുതൽ തന്നെ മേയറെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. പക്ഷെ അവിടെയും ഈ ഡ്രൈവറെ സംബന്ധിച്ചൊരു അനുകൂല ഘടകമുണ്ടായിരുന്നത് ഈ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങളായിരുന്നു, തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ. പക്ഷേ ആ CCTV ദൃശ്യത്തിൽ അവിടെ DVR കണ്ടെത്താനായില്ലെന്ന് പോലീസ് പറയുന്നു. വളരെ വിചിത്രമായിട്ടുള്ള വാദം. ഇന്നലെ തന്നെ ഇത്തരം മേയറെ സംരക്ഷിക്കുന്ന വാദങ്ങൾ ഉയർത്തി പോലീസ് തന്നെ രംഗത്തെത്തുന്നു. യഥാർത്ഥത്തിൽ ഇത് മേയറെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ നീക്കമായി തന്നെ കാണേണ്ടതല്ലേ ഡാൻ? ടോം, ഈ സംഭവം ഉണ്ടായി 4-5 ദിവസം പിന്നിടുന്നു. സ്വാഭാവികമായി ഇത് പിറ്റേ ദിവസം മുതൽ തന്നെ, അതായത് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങിയതോടെയാണ് വാർത്താ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ ഇത് വലിയ തരത്തിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അവിടെ ഈ യദു കൃഷ്ണൻ എന്ന ഡ്രൈവർ പറഞ്ഞ കാര്യം, ഇവരോട് ഇത്തരത്തിൽ തർക്കിക്കാൻ, മേയറോടും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവിനോടും ഇത്തരത്തിൽ തർക്കിക്കാനിടയായ സാഹചര്യം ഈ യദുവിനോട് അപമര്യാദയായി പെരുമാറിയതാണ് എന്നായിരുന്നു യദുവിന്റെ വാദം. അത് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. പ്രകോപനപരമായി വാഹനം ഓടിച്ചത് മൂലമാണ് ഈ രോഷം പൂണ്ട ഇവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം, മേയർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് നഗരത്തിൽ നിർത്തി പരസ്പരം തർക്കത്തിലേർപ്പെടുന്ന സാഹചര്യം ഉണ്ടായതെന്നായിരുന്നു ആര്യ രാജേന്ദ്രൻ ഇപ്പോഴും നൽകുന്ന വിശദീകരണം. സ്വാഭാവികമായി ഇവരെ രണ്ടുപേരെയും അനുകൂലിച്ചുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ മറ്റ് തൊഴിലാളി സമൂഹവും ഒക്കെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അവിടെ പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ മേയർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള സാക്ഷീകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അത്തരത്തിലൊരു തെളിവുകൾ കണ്ടെത്താനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ഈ ബസ്സിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ അത് വീണ്ടെടുക്കുക മാത്രമായിരുന്നു. അത് വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല, ഇത്രയും ദിവസം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നില്ല. ഇന്ന് രാവിലെ മാത്രമാണ് ആ പരിശോധനകൾ ബസ്സിനുള്ളിൽ നടന്നത്. അങ്ങനെ ബസ്സിനുള്ളിൽ പരിശോധന നടത്തുന്നതിനിടയിൽ DVR കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. ഈ കന്റോൺമെന്റ് CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആ സംഘത്തിലുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ആ ബസ്സിനുള്ളിലെ ഇലക്ട്രോണിക് സംവിധാനം മുഴുവൻ അഴിച്ച് പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ DVR പരിശോധിക്കുന്നതിനിടയിലാണ് മെമ്മറി കാർഡ് കാണാനില്ല എന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ മെമ്മറി കാർഡ് കാണാതായത് ഇന്നാണോ അതോ ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ ഈ മെമ്മറി കാർഡ് ആ വാഹനത്തിൽ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാത്തിടത്തോളം കാര്യം
കാലം അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടത്തുന്നതിന് പോലീസിനെ സംബന്ധിച്ച വ്യക്തതക്കുറവുണ്ടാകും. കാരണം ബസ്സിനുള്ളിൽ അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വരെ യദുവിന് അനുകൂലമായി നിന്നിരുന്ന ഒരു ഘടകം ബസ്സിനുള്ളിലെ യാത്രക്കാരും ഡ്രൈവറായിരുന്ന യദു കൃഷ്ണനെ എതിരായി മൊഴി കൊടുക്കുകയോ അത്തരത്തിലൊരു നടപടികളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നതായിരുന്നു. പക്ഷേ അപ്പോഴും ഈ തർക്കം റോഡിൽ വെച്ചാണ് ഉണ്ടാകുന്നത്. യാത്രക്കാർ പിൻവശത്താണ് ഇരിക്കുന്നത്. ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലവും യാത്രക്കാരിരിക്കുന്ന സ്ഥലവും തമ്മിലുള്ള അകലമൊക്കെയുണ്ട്. വലിയ ഹോൺ അടിച്ചുകൊണ്ട് മറ്റു വാഹനങ്ങൾ സമീപത്തോടെ പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ഇതിൽ കൃത്യമായ തെളിവായി മാറേണ്ടിയിരുന്നത്. പക്ഷേ അത് വീണ്ടെടുക്കുന്നതിനുള്ള മെമ്മറി കാർഡ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം ബോധപൂർവം ഉണ്ടായതാണോ അതോ അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മെമ്മറി കാർഡ് ഊരി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആരെ സംരക്ഷിക്കാനാണ് എന്ന കാര്യങ്ങൾക്കൊക്കെ ഇനി KSRTC മാനേജ്മെന്റ് അടക്കം ഉത്തരം പറയേണ്ടി വരും. അവിടെ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മേയർ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന ഇന്നലെ അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും. പോലീസ് അന്വേഷണം നടത്തട്ടെ. കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ. വാഹനം ക്രോസ് ചെയ്ത് നിർത്തിയതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പിഴയടയ്ക്കുന്ന സാഹചര്യം വന്നാൽ താൻ പിഴയടയ്ക്കും. അതിന് തനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ തനിക്ക് നേരിടേണ്ടി വരുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഏറ്റവും മോശം അനുഭവമാണ്. മേയറായ തനിക്ക് ഇത്രമാത്രം വേദനാജനകമായ അനുഭവമാണ് ഉണ്ടായതെങ്കിൽ ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയായിരുന്നു വൈകാരികമായി ഇന്നലെ കൗൺസിൽ യോഗത്തിനിടയിൽ മേയർ ആര്യ രാജേന്ദ്രൻ നഗരസഭയിൽ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഈ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. സ്വാഭാവികമായി തുടർ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ ആകാംക്ഷയുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യദു കൃഷ്ണൻ നൽകിയിരിക്കുന്ന പരാതിയിൽ പോലീസ് കേസെടുക്കാൻ വൈകുന്നത് എന്താണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളി സംഘടനയായ TDF-ഉം മറ്റ് പ്രതിപക്ഷ യുവജന സംഘടനകളുമൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. യദുവും ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് പോലീസിന്റെ നടപടി വൈകിയാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ടോം, തീർച്ചയായും അധികാരത്തിലിരിക്കുന്നവർ ഈ വിഷയത്തിൽ, കാരണം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ശമ്പളം പോലും കിട്ടാത്ത ഒരു KSRTC ഡ്രൈവറെയാണ് ഇതേ രീതിയിൽ വേട്ടയാടുന്നതെന്ന കാര്യമാണ് ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തിരിച്ചറിയേണ്ടത്. എന്തായാലും വിട്ടുവീഴ്ചയില്ലെന്ന് മേയർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അവർ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. മറുവശത്ത് ഈ ഡ്രൈവറുടെ നിലപാട് എന്താണ്? ഇന്നലെ പറഞ്ഞിരുന്നു കോടതിയെ സമീപിക്കുമെന്ന്. ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപാകെ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് യദു. അവിടെ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇങ്ങനെ പോലീസ് മേയറെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ DGPക്ക് പരാതി നൽകുന്നതിലൂടെ യദു ഒരു നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഡാൻ, സ്വാഭാവികമായി DGPക്ക് പരാതി നൽകുക എന്ന് പറയുന്നതിൽ യദുവിന് പിന്നിൽ ഈ പ്രതിപക്ഷ യുവജന സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളുമൊക്കെ യദുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി ഇന്ന് യദു മാധ്യമങ്ങളെ കണ്ടതുപോലും CMBയുടെ തൊഴിലാളി ദിന പരിപാടിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കിടയിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി യദുവിനെ രാഷ്ട്രീയ ആയുധമായി മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉപയോഗിക്കുകയാണ് എന്ന ഇടത് കേന്ദ്രങ്ങളുടെ ആരോപണങ്ങളുടെ ആക്കം കൂടുന്ന തരത്തിലുള്ള ഇടപെടലുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യദു പറയുന്ന കാര്യങ്ങളിലെ വസ്തുത അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ഒരു ആരോപണമായി മേയർക്കെതിരെ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും ആര്യ രാജേന്ദ്രനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വലിയ തരത്തിൽ സൈബർ ആക്രമണം നടക്കുകയാണ് എന്നാണ് DYFI ഉൾപ്പെടെയുള്ള ഇടത് യുവജന സംഘടനകൾ ആരോപിക്കുന്നത്. അതിനെ ശക്തമായി ചെറുക്കുമെന്ന നിലപാടെടുത്തുകൊണ്ട് അവർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ പുറത്തു വരാനുള്ള വസ്തുത എന്ന് പറയുന്നത്, മറുവശത്ത് യദുവിനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തെ കൂടി കാണേണ്ടതല്ലേ? ഇയാൾക്കെതിരെ പുതിയ കഥകൾ സൃഷ്ടിക്കുന്നു. മുൻപ് ഒരു സ്ത്രീക്ക് നേരെ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്. അങ്ങനെ വളരെ മോശമായി മറ്റു യാത്രക്കാരോട് പെരുമാറുന്ന ഡ്രൈവറാണെന്ന് തുടങ്ങിയ രീതിയിൽ സൈബറെടുത്ത് ഒരു ഡ്രൈവറെ അധിക്ഷേപിക്കുന്നുണ്ട്. അതുകൂടി കാണേണ്ടതല്ലേ ഈ ഇടതുപക്ഷ സംഘടനകൾ, യുവജന സംഘടനകൾ? ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇതിന് കൃത്യമായി രണ്ട് വശങ്ങളുണ്ട്. സ്വാഭാവികമായി ആര്യ രാജേന്ദ്രൻ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നിർണായകമായ സ്ഥാനത്തിരിക്കുന്ന തിരുവനന്തപുരം പോലെ ഒരു
നഗരത്തിൻ്റെ മേയറായി ഏറ്റവും ചെറിയ പ്രായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. സ്വാഭാവികമായി മേയറെ പിന്തുണയ്ക്കുന്ന, മേയർ എന്നതിനേക്കാൾ ഉപരി ആര്യ രാജേന്ദ്രനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ഡിവൈഎഫ്ഐയും SFIയും ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ സ്വാഭാവികമായി അത്തരത്തിലൊരു പിന്തുണ ആര്യയ്ക്ക് ലഭിക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാനാവില്ല. കാരണം ആര്യയെ പിന്തുണയ്ക്കേണ്ടത് ഈ ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടിയുടെ ചുമതല കൂടിയാണ്. അതിനപ്പുറത്തേക്ക് പൊതുസമൂഹം ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന ചോദ്യം വരുമ്പോഴാണ് ടോം ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവർ രണ്ടുപേരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. യദുവിന്റെ കൈവശമുണ്ടായിരുന്ന കവറിൽ ലഹരി പദാർത്ഥങ്ങളായിരുന്നുവെന്ന ആരോപണവുമായി അന്നു മുതൽ തന്നെ ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചിലർ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മേയർ അത് ഏറ്റുപിടിക്കുന്നു. യദു ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു, പക്ഷേ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും തെളിയിക്കുന്ന ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് കണ്ടെത്തിയ പ്ലാസ്റ്റിക് കവറിൽ ലഹരി പദാർത്ഥമാണ് ഉണ്ടായിരുന്നത് എന്ന ആക്ഷേപത്തിന് യദു ഇന്ന് നൽകിയിരിക്കുന്ന മറുപടി അത് കൂൾ എന്ന ലഹരി പദാർത്ഥം ആയിരുന്നില്ല. അതിന് പകരം കടലയും ബിസ്ക്കറ്റും താൻ കഴിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ പിൻ സീറ്റിലിരിക്കുന്ന യാത്രക്കാർ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ കവർ അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറന്ന് മുമ്പിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്റെ വാഹനം ഇരിക്കുന്ന സീറ്റിന് സമീപം താൻ സൂക്ഷിച്ചതിന് ശേഷം എവിടെയെങ്കിലും കളയുക പതിവാണുള്ളത്. അങ്ങനെ കളയുന്നതിനിടയിൽ ആ ദൃശ്യങ്ങൾ എടുത്തതാണ് എന്ന വിശദീകരണവുമായാണ് യദു രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇരു വിഭാഗങ്ങളും, മേയറെ പിന്തുണയ്ക്കുന്നവർ യദുവിനെതിരെയും യദുവിനെ പിന്തുണയ്ക്കുന്നവർ മേയർക്കെതിരെയും പരസ്പരം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം എന്നതിനപ്പുറത്തേക്ക് ഇവിടെ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി കണ്ടെത്തേണ്ടിയിരുന്നത് ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചായിരുന്നു. ആ മെമ്മറി കാർഡ് തന്നെ അപ്പാടെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു അസംഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയില്ല. അവിടെ കൃത്യമായി എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. നിലവിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. അതിന്റെ റോ വിഷ്വൽസ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി നമ്മൾ ആദ്യം സംസാരിച്ച പോലെ മേയർ എന്ന പരിരക്ഷ ആര്യ രാജേന്ദ്രന് സ്വാഭാവികമായി ഈ ഒരു ആരോപണം ഉയരുമ്പോഴും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ആര്യ രാജേന്ദ്രന് ലഭിക്കുന്ന ഒരു പരിരക്ഷ അവർ ഇരിക്കുന്ന പദവി തന്നെയാണ്. അതിനപ്പുറത്തേക്ക് കൃത്യമായി മേയർക്കെതിരെ കേസെടുക്കുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ സ്വാഭാവികമായി അത് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ നയപരമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. കൃത്യമായി തെളിവുകൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി. യദുവിനെതിരെയായാലും മേയർക്കെതിരെയായാലും അതുവരെ കൃത്യമായി സാഹചര്യ തെളിവുകൾ പരിശോധിക്കുന്ന ഒരു നീക്കമാണ് നടത്തുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ ഇതുവരെ ഈ യദു ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ സൂചിപ്പിച്ചതുപോലെ പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് എന്താണ് സത്യാവസ്ഥ എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. പക്ഷേ മറുവശത്ത് ഈ KSRTCയുടെ ഈ വിഷയത്തിലെ KSRTCയുടെ നിലപാട് എന്താണ്, ഗതാഗത മന്ത്രിയുടെ ഈ വിഷയത്തിൽ നിലപാട് എന്താണ്, അതുകൂടി അറിയേണ്ടതല്ലേ. കാരണം KSRTC ബസ് കാറ് കുറുകയിട്ട് തടയുന്ന സാഹചര്യം, യാത്രക്കാരെ ഇറക്കി വിടുന്നു, അതും രാത്രി സമയത്ത്. ഈ വിഷയത്തിൽ ഇതിന് കാരണക്കാരായ മേയർക്കെതിരെയോ മേയറുടെ കുടുംബാംഗങ്ങൾക്കെതിരെ യാതൊരു നടപടിയുമില്ല. അവരിൽ നിന്നും പിഴ ഈടാക്കുന്ന കാര്യത്തിൽ പോലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. KSRTC വിഷയത്തിൽ എന്താണ് നിലപാട് വ്യക്തമാക്കുന്നത് ഡാൻ? അവിടെ കൃത്യമായൊരു വ്യക്തമായൊരു നിലപാട് രംഗത്തെത്തി KSRTC മാനേജ്മെന്റ് രംഗത്തെത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അപ്പോഴും ആര്യ രാജേന്ദ്രൻ പറയുന്നത് അങ്ങനെ വാഹനം കുറുകയിട്ട് അത് പിഴവാണ് എന്നവർ സമ്മതിക്കുന്നു. അതിനപ്പുറത്തേക്ക് അതിന് എത്ര രൂപ ഫൈൻ അടക്കേണ്ടി വന്നാലും താൻ ആ പണം അടച്ചുകൊള്ളാമെന്നും മേയർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി അവിടെ കൃത്യമായ ഒരു നിലപാട് ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ, അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ എന്ന മേയറെ തള്ളി പറയുമോ, അതോ യദുവിനെ ഒപ്പം നിൽക്കുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഗണേഷ് കുമാർ മന്ത്രിയാണ് എങ്കിലും അദ്ദേഹം നടപ്പിലാക്കാൻ ഇരുന്ന ചില പദ്ധതികൾ അതിന് കൃത്യമായ മൂക്കുകയറിടുന്ന ഒരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായതിലുള്ള ഒരു അമർഷം ഗണേഷ് കുമാറിന് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ ഇതിൽ ഒരു വ്യത്യസ്തമായ നിലപാടെടുത്താൽ അതിൽ അത്ഭുതമൊന്നും ഉണ്ടാകാൻ ഇടയില്ല. നിലവിൽ അദ്ദേഹം അത്തരമൊരു നിലപാടിലേക്ക് തന്നെയാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ DVRുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഒരുപക്ഷെ ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാറിന്റെ അടുക്കിലേക്ക് അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായ ഒരു പ്രതികരണം വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ തന്നെയാണ് സാധ്യത. പക്ഷേ അതൊരു തൊഴിലാളി വിരുദ്ധ നിലപാട് ആയിരിക്കില്ല എന്ന സൂചനകളാണ് ഇന്ന് ഉണ്ടായ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും ഡാൻ സൂചിപ്പിച്ചതുപോലെ മന്ത്രിയുടെ നിലപാടായിരിക്കും ഈ കേസിൽ, ഈ സംഭവത്തിൽ, ഈ വിവാദത്തിൽ നിർണായകമാകുക. ഈ തൊഴിലാളിക്ക്, ഡ്രൈവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നത് നമുക്ക് കണ്ടറിയണം. കാരണം സംഭവം നടന്നിട്ടിപ്പോൾ 3-4 ദിവസമായി.
ഈ വിഷയത്തിൽ ഡാൻ ഇപ്പോഴും ഈ യദുവിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് സർവീസിൽ നിന്നും. തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? എന്താണ് ഈ വിഷയത്തിൽ KSRTC മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം? അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. യദുവിനെ അനുകൂലിച്ചുകൊണ്ട് TDF ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. യുവജന പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ നഗരസഭയിലേക്ക് ഇന്നലെ മാർച്ച് നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. സ്വാഭാവികമായി യദു നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ കേസെടുക്കാതിരിക്കുകയും യദുവിനെ ഈ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തുടരുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ആക്കം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് കൃത്യമായി മേയർക്കെതിരായ ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ പ്രതിപക്ഷ സംഘടനകളൊക്കെ അത് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണ വിഷയമാക്കി മാറ്റും. അത്തരത്തിൽ മേയർക്കെതിരായ ഒരു വ്യക്തിപരമായ രാഷ്ട്രീയ കടന്നാക്രമണമായി ഈ വിഷയം മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ ഒരു നീക്കത്തിന് അവർ നിന്നുകൊടുക്കുമോ അതോ അതിനപ്പുറത്തേക്ക് പ്രശ്നം ഏതെങ്കിലും തരത്തിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. ഏതായാലും യദുവിന് പിന്നിൽ തൊഴിലാളി സംഘടനയിൽ ഒരു വിഭാഗവും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും യുവജന സംഘടനകളുമൊക്കെ അണിനിരന്നിരിക്കുകയാണ്. ഈ സൈബർ ഇടങ്ങളിലടക്കം യദുവിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പുതിയ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് പേജുകളുമൊക്കെ തുടങ്ങിയിട്ടുമുണ്ട്. അതിന് വലിയ റീച്ച് ലഭിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ വസ്തുത എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ മെമ്മറി കാർഡ് വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. അത് ബോധപൂർവം ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയതാണെങ്കിൽ, അല്ലെങ്കിൽ അത് വീണ്ടെടുത്ത പരിശോധന നടത്താൻ ബോധപൂർവമായ വീഴ്ചയാണ് സംഭവിച്ചതെങ്കിൽ ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായി അതിന് ഉത്തരം പറയേണ്ട സാഹചര്യം കൂടി വരും ദിവസങ്ങളിലുണ്ടാകും. ടോം, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അത് ബോധപൂർവം DVR മാറ്റിയതാണെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അത് ആർക്കു വേണ്ടിയാണ്? ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ അത്തരമൊരു നീക്കം നടത്തിയത്? അതിന് പോലീസും ഒത്താശ ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഈ യദുവിൻ്റെ കാര്യത്തിൽ സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഈ അധികാര കേന്ദ്രത്തിലിരിക്കുന്നവരോടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്, അവരോടാണ് പോരടിക്കുന്നത്. നീതി കിട്ടുമോ എന്ന കാര്യത്തിൽ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്ത് നീതി കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതേപോലെ തന്നെ കോഴിക്കോട് ആശുപത്രി മെഡിക്കൽ കോളേജിൽ ICU പീഡന കേസിലെ അതിജീവിത ഇപ്പോഴും 1 വർഷത്തിലധികമായി നീതി തേടിയുള്ള പോരാട്ടത്തിലാണ്. ഏറ്റവും ഒടുവിൽ അവർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ ദിവസം 2ാം ഘട്ട സമരം, തനിക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ആരംഭിച്ചിരുന്നു. ആ സമരം ചെയ്യുന്ന ICU പീഡന കേസ് അതിജീവിത കുടഞ്ഞു വീണു എന്ന വാർത്തയാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. രക്തസമ്മർദ്ദം കുറഞ്ഞതാണ്. കാരണം അതിജീവിതയെ കോട്ടപ്പറമ്പ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. അനീഷ്, എന്താണ്, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണോ ഈ അതിജീവിത കുടഞ്ഞു വീണത്? ഇന്നലെയാണ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ICU പീഡന കേസിലെ അതിജീവിത 2ാം ഘട്ട സമരം ആരംഭിച്ചത്. ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ്, ഡോക്ടർ പ്രീതയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അതിജീവിത സമരം ആരംഭിച്ചത്. അതായത് കഴിഞ്ഞ ഒരാഴ്ച മുൻപ്, തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ ആദ്യഘട്ട സമരം കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ആരംഭിച്ചിരുന്നു. അതിന് മുൻപ് ആശുപത്രിക്ക് മുന്നിൽ സമരം ആരംഭിച്ചിരുന്നു. പക്ഷേ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല, കുറ്റക്കാരെ, പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് ആരോഗ്യ വകുപ്പും നമ്മുടെ പോലീസും സ്വീകരിച്ചത്. ഈ വിഷയത്തിലാണ് അവർ പരസ്യമായി വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങിയത്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിവരങ്ങൾ. ടോം, നേരത്തെ തന്നെ ഈ മെഡിക്കൽ ഡോക്ടർ പ്രീതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നൽകണമെന്നാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്. ഈ റിപ്പോർട്ട് തനിക്ക് അങ്ങേയറ്റം പ്രതികൂലമായ സാഹചര്യത്തിൽ എന്താണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടായ സാഹചര്യം, ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തണം. താൻ പറഞ്ഞ കാര്യങ്ങൾ പലതും ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ പ്രീതി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തുമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ആ അന്വേഷണം പൂർത്തിയായെങ്കിൽ പോലും ആ അന്വേഷണത്തിന്റെ ഫലം എന്താണ്, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണ് എന്ന കാര്യം ഇനിയും
അതിജീവിതയെ അറിയിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് തനിക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അതിജീവിത സമരം നടത്തുന്നത്. ആദ്യം കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ 6 ദിവസം മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ സമരം നടത്തിയിരുന്നു. അന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും ഉത്തരമേഖല ഐജിയോട് ഈ വിഷയം പഠിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ പറയുകയും ചെയ്തിരുന്നു. ഈ ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം ജീവിത അവസാനിപ്പിക്കുന്നു. ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും ഇത്തരമൊരു അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരവുമായി ഇതിനിടയിൽ ഉത്തരമേഖല ഐജിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അന്ന് ജില്ലാ പ്രോസിക്യൂട്ടറുമായി ആശയവിനിമയം നടത്തിയ ശേഷം റിപ്പോർട്ട് നൽകുന്ന കാര്യം പരിഗണിക്കാൻ മെഡിക്കൽ കോളേജ് സിഐക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് IG വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ആ നടപടികൾ ഇപ്പോഴും അനിശ്ചിതമായി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ ഉഷ്ണതരംഗ കാലത്ത് കടുത്ത ചൂടുള്ള സമയത്ത് സമരവുമായി കോഴിക്കോട് നഗരത്തിൽ അതിജീവിത നിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 3 ദിവസമായി ചുട്ടുപൊള്ളുന്ന വെയിലാണ് അവർ സമരം നടത്തുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് അവർക്ക് രക്തസമ്മർദ്ദം താഴ്ന്നു പോവുകയും അവർ പെട്ടെന്ന് ബോധരഹിതയെ നിലംപതിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് കോട്ടപ്പുറം ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോവുകയും പിന്നീട് വിശദമായ പരിശോധനകൾക്ക് ശേഷം ബീച്ച് ആശുപത്രിയിലേക്ക് നീക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെങ്കിലും പങ്കെടുക്കാൻ കഴിയിലാണ്. നിർജ്ജലീകരണത്തിന്റെ തോത് വലിയ തോതിലുണ്ട് എന്നും ഡോക്ടർമാർ പറഞ്ഞതായാണ് സമരസമിതി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുകയായിരുന്ന ICU പീഡന കേസിലെ അതിജീവിതയാണ് കുടഞ്ഞു വീണത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കോഴിക്കോട് വടകരയിൽ യുവാവിനെ ഓട്ടോറിക്ഷയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശി ഷാനിഫ് നിസിയാണ് മരിച്ചത്. രാത്രി 10 മണിയോടെ JT റോഡിൽ നിർത്തിയിട്ട ഓട്ടോയിലാണ് യുവാവിനെ ബോധരഹിതനായി കണ്ടത്. നാട്ടുകാർ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇയാളുടെ കയ്യിൽ നിന്ന് സിറിഞ്ച് കണ്ടെത്തി. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് സിദ്ദിഖ് പന്നൂർ ചേരുന്നു. സിദ്ദിഖ്, കഴിഞ്ഞ 3 മാസത്തിനിടെ കോഴിക്കോട് വടകര മേഖലയിൽ മാത്രം സമാനമായ രീതിയിൽ 5ാമത്തെ ദുരൂഹ മരണമാണ്. അതായത് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് 2 യുവാക്കൾ വടകരയിൽ തന്നെ ഇതേ രീതിയിൽ 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അമിതമായ ലഹരി ഉപയോഗമാണ് അതിന് കാരണമെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ യുവാവിൻ്റെയും ഈ ഷാനിഫിൻ്റെയും മരണത്തിന് പിന്നിൽ ലഹരി ഉപയോഗമെന്നാണോ പോലീസിന്റെ കണ്ടെത്തൽ? വളരെയേറെ ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഈ കണ്ണൂർ ആറളം സ്വദേശിയായ ഷാനിഫിനെ ഇന്നലെ രാത്രിയാണ് വടകര JT റോഡില് ഓട്ടോറിക്ഷ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഓട്ടോറിക്ഷയുടെ പിൻ സീറ്റിൽ കമഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് ഷാനിഫിനെ നാട്ടുകാർ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇദ്ദേഹം മരിച്ചിരുന്നു. കണ്ണൂർ സ്വദേശിയായ ഇദ്ദേഹം ഈ വടകര ഭാഗത്തു നിന്നും വിവാഹം കഴിച്ചതാണ്. കല്ലേരിയിൽ നിന്ന് വിവാഹം കഴിച്ച ഇദ്ദേഹം ഈ വടകരയിൽ പുതിയാപ്പിൽ ഭാഗത്ത് വാടക കോട്ടേജിൽ താമസിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വടകരയിൽ ഓട്ടോറിക്ഷ സർവീസ് നടത്തിയിരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് സിറിഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ നിന്ന് രക്തം ഒലിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയുടെ സീറ്റിൽ ഉൾപ്പെടെ രക്തം ഒലിച്ച നിലയിലാണ്. അതോടൊപ്പം മറ്റു ചില ബോട്ടിലുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ലഹരി ഉപയോഗം തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തുടർന്നുള്ള സയന്റിഫിക് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ളത് വരേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമിതമായ ലഹരി ഞരമ്പിലേക്കോ മറ്റോ കുത്തിവെച്ചതിന്റെ ഭാഗമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് തൊട്ടടുത്ത ഏതാനും അടുത്ത കാലത്തായിട്ട് തൊട്ടടുത്ത പ്രദേശം, അതായത് ഒഞ്ചിയം ഭാഗത്ത് നെല്ലിച്ചേരിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കൂട്ടത്തിൽ ഒരാൾ അവശ നിലയിലുണ്ടായിരുന്നു. അന്ന് മരിച്ചത് തോട്ടോളി മീറ്റൽ അക്ഷയ് എന്ന 26 വയസ്സുകാരനാണ്. അതോടൊപ്പം ഓർക്കാട്ടേരി കാളിയത്ത് രൺദീപ് എന്ന 30 വയസ്സുകാരൻ. ഈ 2 പേരും അന്ന് ഈ പറമ്പിൽ മരിച്ച നിലയിലാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുതുരുത്തി ശ്രീരാജിനെ 23 വയസ്സുള്ള ശ്രീരാജിനെ അവശ നിലയിൽ കണ്ടെത്തി. ഇവരെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് അന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയതും ഒരാളെ അവശ നിലയിൽ കണ്ടെത്തിയതും. ഇവരും അത് തന്നെ ഈ പ്രദേശത്ത് നിന്ന് സിറിഞ്ച് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ, പബ്ലിക് സ്റ്റേഡിയത്തിൽ ഒരു യുവാവിനെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് അമിതമായ ലഹരി ഉപയോഗിച്ചതിന്റെ ഭാഗമായി മരിച്ച നിലയിൽ കണ്ടെത്തിയതും അടുത്തിടെയാണ്. ഇത്തരത്തിൽ വടകരയിൽ ഉൾപ്പെടെ താമരശ്ശേരി മേഖലയിലൊക്കെ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ചില മരണങ്ങളിലും വടകര കൊയിലാണ്ടി മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചില മരണങ്ങളിലും ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ എന്നൊക്കെ നാട്ടുകാർ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. നമുക്കിതിൽ മനസ്സിലാവുന്നത് യുവാക്കളെ വലിയ രീതിയിൽ ലഹരി അമിത ഡോസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടൊരു മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ചെറുപ്പക്കാരായ 30 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 35 വയസ്സിന് താഴെയുള്ള
ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ അമിത ഡോസ് ലഹരി കുത്തിവെക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും ലഹരി ഉപയോഗത്തിനിടെ പോലീസ് പിടിച്ചാൽ അല്ലെങ്കിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചാൽ പോലും വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാവുകയും ഇവർ വയലന്റ് ആവുകയും പോലീസ് സ്റ്റേഷനിൽ പോലും വലിയ രീതിയിലുള്ള അക്രമം കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അമിത രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നതിന്റെ ഭാഗമാണ്. യുവാക്കളെ ഇതൊരു വലിയ ബിസിനസ്സാണ്, വലിയൊരു പണം കൊയ്യാനുള്ള ഒരു മാർഗമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയൊരു സംഘം ഒരു റാക്കറ്റ് തന്നെ ഇതിനായി യുവാക്കളെ വലവീശി ഇവരെ വലിയ രീതിയിൽ ലഹരി ഉപയോഗിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏറെ ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്. ഈ സമീപ ദിവസങ്ങളിൽ തന്നെയാണ് കോഴിക്കോട് ഒഞ്ചിയം മേഖലയിലെ 2 യുവാക്കളെ സമാനമായ രീതിയിൽ അമിതമായ ലഹരി ഉപയോഗം മൂലം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഷാനിഫ്, കണ്ണൂർ സ്വദേശി ഷാനിഫിന്റെ മരണത്തിന് പിന്നിലും അമിതമായ ലഹരി ഉപയോഗമെന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ നാടിന് വലിയ അപകടം സൃഷ്ടിക്കും, യുവാക്കളുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന കാര്യം പോലീസും തിരിച്ചറിയുക. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.